പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ ഭീഷണിയാകുന്ന ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നു. അത് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു എങ്കിലും അതെന്താണെന്ന് ഞാൻ പറയാം. വിക്രാന്തിൻ്റെ ലൊക്കേഷൻ തേടി പ്രതിയുടെ മാനസാരോഗ്യ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് അന്വേഷണം. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ ഐഎൻഎസ് വിക്രാന്തിൻ്റെ ലൊക്കേഷൻ ചോദിച്ച് കൊച്ചി നാവിക ആസ്ഥാനത്തേക്ക് വിളിച്ച് മുജീബ് റഹ്മാൻ ഹാജരാക്കിയ മാനസികാരോഗ്യ സർട്ടിഫിക്കറ്റിൻ്റെ നിജസ്ഥിതി പോലീസും കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കുന്നു. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള മാനസാരോഗ്യ വിഭ്രാന്തിക്ക് ചികിത്സ തേടുന്ന വ്യക്തിയാണെന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് ഇയാൾ ഹാജരാക്കിയത്. എന്തുമാട്ടെ, ഈ ഐഎൻഎസ് വിക്രാന്ത് ഇന്ത്യയുടെ ശക്തി കേന്ദ്രമാണ്, നേവിയുടെ. ആ ഷിപ്പിനെ കുറിച്ച് അന്വേഷിച്ച ആൾ ഉടനെ തന്നെ താൻ മദ്യപാനത്തിന് അടിമയാണെന്നും മദ്യപാനം കൊണ്ടുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിക്ക് അടിമയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് പോക്കറ്റ് വെച്ചുകൊണ്ടാണോ വന്നത്. ഈ ടെലിഫോൺ ചെയ്ത് ഏതായാലും ഇദ്ദേഹത്തെ പിടിച്ചപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് അവിടെ ഒരു സൈഡിൽ വെക്കുക. എന്തിനെ കൂടുതൽ അന്വേഷിക്കണം? ഇന്ത്യൻ നേവിയിലെ മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെയോ സൈക്കാട്രിസ്റ്റുകളിൻ്റെയോ ഇവനെ പുറന്നവും കാണിക്കാതെ അടക്കി ഒരു കോണിരുത്തിയിട്ട് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള അവസരം കൊടുത്തത് എന്തിനാണ്? ഈ സർട്ടിഫിക്കറ്റ് ഇവൻ കൈക്കൊണ്ടു നടക്കുകയാണോ? എന്നിട്ട് അവന് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അതിൻ്റെ വിക്രാന്തിനെ കുറിച്ച് അന്വേഷിക്കാനുള്ളായിരുന്നു. അവൻ്റെ അപ്പനെ അമ്മയെക്കുറിച്ചോ അവൻ്റെ പെങ്ങന്മാരെ കൊന്നോ അല്ലെങ്കിൽ അവരുടെ കൂടെ ശയിച്ചോ അവിടെ ഈ വിഭ്രാന്തി കാണിച്ചോ? ഇല്ലല്ലോ. ഐഎൻഎസ് വിക്രാന്തിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് അവന് മദ്യപാനത്തിന് അടിമയാണ്, അതിൽ കൂടിയുള്ള മനോവിഭ്രാന്തിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടറെ ആദ്യം പഠിക്കണം, എന്നിട്ട് വേണം ബാക്കി കാര്യം. ഇവന് പുറന്നോകമല്ല, അവന് ഈ പേര് പോലും എന്തിനു പുറത്തു വിട്ടു എന്നുള്ളതാണ്. ഒരു സീക്രട്ടും രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്ക് ഉള്ള ഒരു സീക്രട്ടും ഇവിടെ കീപ്പപ്പ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇവൻ ആരാണെന്ന് ഇവൻ്റെ പേര് നിലവിളിപ്പെടുത്തിയത് ഒരു ടെലിഫോൺ വന്നു, അന്വേഷണം നടക്കുന്നു. ഇതിൽ കൂടുതൽ പുറത്ത് പറയേണ്ട കാര്യമില്ല. ന്യൂസ് പേപ്പറുകാർക്ക് എന്തിന് ഈ വിവരങ്ങളെല്ലാം കൊടുക്കുന്നു. ഇത് തന്നെയല്ല കേരളത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ സൗഹാർദ്ദപരമായിട്ടാണ്. ഏത് വലിയ ക്രിമിനൽ കുറ്റം ചെയ്താലും അവനും മനുഷ്യനാണ്. അവൻ ജയിലിൽ കിടന്നാലും അവന് മാസത്തിൽ 2 പ്രാവശ്യം ഭാര്യ വന്ന് കാണാനും അവരോട് സമയം ചെലവഴിക്കാനും ചിക്കനും മട്ടനും ഒക്കെ കൊടുക്കുന്നു, അവരാരോഗ്യവാനായിരിക്കാനായിട്ട്. പ്രത്യേകം വേറൊന്നുമല്ല, ഒരു ക്രിമിനലിൻ്റെ കൈ ഒന്ന് മുറിഞ്ഞോ അല്ലെങ്കിൽ ഒരു പാട് കണ്ടാൽ അവന് കൂടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് പ്രശ്നമാണ്. ഇതൊക്കെ കേരളത്തിൽ നിയമം. ഇതല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യൻ പോലീസിനെ ഏൽപ്പിക്കാതെ കേന്ദ്ര ഏജൻസികൾ ഇതൊക്കെ ന്യൂസ് തന്നെ പുറത്ത് വിടരുത്. നമ്മുടെ രാജ്യത്തിൻ്റെ സീക്രട്ടാണ്. നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്ന ശത്രുക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉടനെ പുറത്തു വിടരുത്. അവനെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്ന്. ഇതൊക്കെ നല്ല കാര്യമല്ല. രാജ്യത്തിൻ്റെ സുരക്ഷ നഷ്ടപ്പെടുന്നു. അല്ല എങ്കിൽ ഇങ്ങനെയുള്ള ന്യൂസുകൾ പേപ്പറിൽ കൊടുക്കത്തില്ല. കാരണം ഈ പേപ്പറിൽ കാണുമ്പോൾ അവൻ്റെ പുറകെ ഇനി ആൾക്കാർ കൂടും, അവനെ സംരക്ഷിക്കാൻ ആൾക്കാർ കൂടും. ഒന്നും വേണ്ട, എവിടെ വേണേലും ഈ രാജ്യവിരുദ്ധ ശക്തികൾക്ക് എവിടെ വേണേലും അവർക്ക് ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കണം.
ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഇനിയും ഉണ്ട് ന്യൂസുകൾ. മനുഷ്യന് പട്ടിയുടെ വില പോലുമില്ല കേരളത്തിൽ. പട്ടി മുഖത്ത് ചാടി കടിച്ചു പറിക്കുന്നു. ഒരു സ്ത്രീയുടെ വിരല് കടിച്ചു പറിച്ചു. എന്നിട്ടും മറ്റേത് വായി വെച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടമാണ് കേരളത്തിലുള്ളത്.